ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബാനുസ് വേൾഡ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് മലബാറിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരുടെ ഇഷ്ടവിഭവമായിട്ടുള്ള കണ്ണുവെച്ച പത്തിരി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണുവെച്ച പത്തിരി റെഡിയാക്കി എടുക്കുക, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിലേക്ക് ആവശ്യമുള്ളത്, അതുപോലെ അതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണുവെച്ച പത്തിരി നമുക്ക് മൈദ വെച്ചും അതുപോലെ തന്നെ ആട്ടപ്പൊടി വെച്ചും മൈദയും ആട്ടപ്പൊടിയും മിക്സ് ചെയ്തിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമുക്കത് കുഴച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിത് മൈദ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റായി വരണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വേഗം തന്നെ കുഴഞ്ഞ് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മൈദപ്പൊടിയൊക്കെ ഞാൻ നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അടച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മളതൊക്കെ വീണ്ടും കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റണം. എന്നിട്ട് അത് നമുക്കൊരു ചപ്പാത്തിയൊക്കെ പരത്തില്ലേ, ആ ഒരു കനത്തിൽ, ചപ്പാത്തിയുടെ ഒരു കനത്തിൽ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അതെ ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. നല്ല ഭയങ്കര തിന്നായി പോവരുത്, എന്നാൽ നല്ല കട്ടിയായും വരരുത് കേട്ടോ. ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു മൈദപ്പത്തിരിയില്ലേ, ഈ മൈദപ്പത്തിരിയുടെ മുകളിലേക്കായിട്ട് നെയ്യോ ബട്ടറോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലും കുറച്ച് ഓയിലാക്കി കൊടുക്കണേ. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് വശത്തൊന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുകൾ ഭാഗം ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യുക. അപ്പോൾ അതേ ഒരു ഫ്ലവർ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഒരു ഫ്ലവർ പോലെ നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ അവിടെ അങ്ങനെ അമർന്ന് നിന്നോളും. ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാതും ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കൂടി ഇതിങ്ങനെ കാണിച്ചു തരാം എങ്ങനെയാണിത് ഫോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്നും കൂടി കാണാം കേട്ടോ. കണ്ടില്ല, ഒരുപാട് ലെയർ ഇങ്ങനെ കിട്ടും ഈ ഒരു പത്തിരിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 ലെയർ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാതും ഇതുപോലെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു തവണയും കൂടി ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ ചെയ്തെടുക്കുക. രണ്ട് വശത്തുനിന്നും നമ്മളത് ഫോൾഡ് ചെയ്ത് കൊടുത്തു. പിന്നെ തിരിച്ചിട്ടിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മളതിന് ഇതളുകൾ വെച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കണ്ണുവെച്ച പത്തിരി ഇതേ ബോക്സുകളാക്കി പരത്തി ഫോൾഡ് ചെയ്ത് ഇതുപോലെ ബോക്സുകളാക്കി നമ്മളൊരു താലത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഉണ്ടാക്കുന്ന കാരണം തന്നെ ഞാൻ ഇത്രയും കൂടെയാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ഇതുപോലെ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരിക്കൽ കൂടി പരത്തിയെടുക്കാനുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കണ്ണുവെച്ച പത്തിരി ഒന്ന് പരത്തിയതിന് ശേഷം ഉടനെ തന്നെ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. അതൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ചൂടായി വന്ന ഉടനെ തന്നെ നമ്മൾ
ഓരോ നമ്മുടെ കണ്ണുവെച്ചപ്പത്തിരി ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മളത് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാവുക, ഒരു ബോക്സ് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്ക് ഇത് അപ്പോൾ തന്നെ നമുക്ക് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാനത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി വരും. അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് ഒരു 2-3 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ അത് നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. എന്നിട്ട് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതേ ഈ ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അടിഭാഗം ഇതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറായതിന് ശേഷം അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വിട്ട് കിട്ടും. നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ആ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ കണ്ണുവെച്ചപ്പത്തിരി കിട്ടേണ്ടത്. അപ്പോൾ അതേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ എല്ലാതും ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ചുട്ടെടുത്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യാൻ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചുട്ടിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ. നല്ല ഫ്രൈ ചെയ്തതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് ഞാൻ അടുത്ത ഒരെണ്ണം കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് പൊങ്ങി വരും കേട്ടോ, കണ്ടോ. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് നമുക്കെല്ലാതും ചുട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണുവെച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഇതളുകളായിട്ട് കണ്ടില്ലേ, ഓരോ ഇതളുകൾ ഇങ്ങനെ വേറിട്ടെടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണ്ണുവെച്ച പത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി, അതല്ലെങ്കിൽ നല്ല ബീഫ് കുറുമ, അല്ലെങ്കിൽ സാധാരണ ഒരു ബീഫ് കറി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കറിയുടെ, ബീഫ് കറിയുടെ, മട്ടൻ കറിയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണുവെച്ചപ്പത്തിരിയുടെ കോമ്പിനേഷൻ എന്താണെന്ന് അറിയോ? കണ്ണുവെച്ചപ്പത്തിരിയും അതുപോലെ തന്നെ നല്ല ബീഫ് കുറുമയും. ബീഫ് കുറുമയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടുള്ള കണ്ണുവെച്ചപ്പത്തിരിയിലേക്ക് ബീഫ് കുറുമ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കഴിച്ച് നോക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെ കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മറ്റു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്.